ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാക്കോ കാർഡിൽ എത്ര സൈൻസ് അഥവാ സിമ്പിൾസ് ഉണ്ടെന്ന് കേട്ടോ. നമുക്ക് ഡ്രൈവിംഗ് ടൈം അടക്കം നമുക്ക് 4 സൈൻസ് അഥവാ സിമ്പിൾസ് വരുന്നത്. ഈ കാണുന്നത് നമുക്ക് റെസ്റ്റിന്റെ ചിഹ്നമാണ് കേട്ടോ വരുന്നത്, അഥവാ കസേര ബെഡ് പോലെ ഇരിക്കുന്ന ചിഹ്നമാണ്. ഇത് നമുക്ക് ഹാമറിന്റെ ചിഹ്നമായിട്ടാണ് വരുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് റീഫ്യൂവൽ, അതുപോലെ തന്നെ വണ്ടി ഇൻസ്പെക്ഷൻ, ലോഡിങ് അൺലോഡിങ് ടൈമിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ചിഹ്നം പിന്നെ നമുക്ക് വരുന്നത് ഡിസ്പോസിഷൻ അഥവാ എക്സ്പെക്റ്റേഷൻ ടൈമാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ലോഡ് ഇറക്കാനോ ലോഡ് കയറ്റാനോ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസിൽ നമുക്ക് എൻക്വയറി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എൻക്വയറി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഈ ചിഹ്നത്തിൽ വിട്ടിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. ഡിസ്പോസിഷൻ ചിഹ്നത്തിൽ ആക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ എൻക്വയറി കഴിയുമ്പോൾ നമ്മളോട് കൂടുതൽ വെയിറ്റിംഗ് ടൈം നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വന്നിട്ട് റെസ്റ്റിൽ ഇട്ട് വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ലോഡിങ് അൺലോഡിങ് ടൈമിൽ നമ്മൾ അതർ വർക്ക് ഹാമർ ചിഹ്നത്തിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സിമ്പിൾസൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. പിന്നെ നമ്മൾ റെസ്റ്റിൻ്റെ ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്നത്, അഥവാ നമുക്ക് 45 മിനിറ്റ്, 9 ഹവർ റെസ്റ്റ്, അതുപോലെ 45 മണിക്കൂർ റെസ്റ്റ്, 24 മണിക്കൂർ റെസ്റ്റ്, ഈ ടൈമിലൊക്കെ നമ്മൾ ഈ റെസ്റ്റിൻ്റെ ചിഹ്നമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ദിവസത്തെ വണ്ടി സ്റ്റാർട്ടിങ് ടൈം, നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ അതർ വർക്കിൽ ഇട്ട് വയ്ക്കേണ്ടതുണ്ട്. അത് നമ്മൾ വണ്ടി ഇൻസ്പെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വണ്ടി ചുറ്റും നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കാര്യങ്ങളുണ്ടോ എല്ലാം ഓക്കെ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ അതർ വർക്കിൽ ഒരു 5-10 മിനിറ്റ് നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാർഡ് റീഡായി കഴിഞ്ഞാൽ ഇട്ട് വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കും അത് എത്ര മിനിറ്റായി അതർ വർക്ക് എന്നുള്ളത്. നമ്മൾ ഓക്കെ അടിച്ച് ജസ്റ്റ് താഴേക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണിക്കും. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ വണ്ടി ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാണ് അതർ വർക്കിൻ്റെ ചിഹ്നം. ഈ കാണുന്നതാണ് നമ്മൾ ഡിസ്പോസിഷൻ എന്ന് പറയുന്ന ചിഹ്നം കേട്ടോ. കണ്ടില്ലേ, ഇത് എക്സ്പെക്റ്റേഷൻ ടൈം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഈ ചിഹ്നമൊക്കെ നമുക്ക് മാറ്റി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മനുഷ്യൻ്റെ ഫോട്ടോയുള്ള ഡ്രൈവർ 1, ഡ്രൈവർ 2 ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റിൻ്റെ ചിഹ്നം വരുന്നത്. റെസ്റ്റ് നമുക്ക് മനസ്സിലായല്ലോ. നമ്മുടെ എപ്പോഴാണോ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ആ ടൈമിലൊക്കെ നമ്മൾ റെസ്റ്റിൻ്റെ ചിഹ്നം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ കാർഡ് ഔട്ട് അടിക്കുമ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ റെസ്റ്റിൻ്റെ ചിഹ്നത്തിൽ ചെയ്യുക കേട്ടോ. ഡിസ്പോസിഷൻ നമുക്ക് വരുന്നത് എക്സ്പെക്റ്റേഷൻ ടൈമാണ്. നമ്മൾ ഓഫീസിലൊക്കെ എൻക്വയറിക്ക് പോകുമ്പോൾ നമ്മൾ ഡിസ്പോസിഷനിൽ ഇട്ടിട്ട് പോവുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. നമുക്കറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുള്ളൂ. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ഉപകാരപ്പെടും. ബൈ ബൈ.